ഒരൊറ്റ വാക്കിന് നമ്മളെ രക്ഷിക്കാൻ കഴിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയ കപ്പലിന് വഴി കാട്ടുന്നൊരു ലൈറ്റ് ഹൗസ് പോലെ, അല്ലെങ്കിൽ കൂരിരുട്ടിൽ വഴി കാണിച്ചു തരുന്നൊരു നക്ഷത്രം പോലെ. അത്രയും ശക്തിയുള്ളൊരു വാക്ക്. പലപ്പോഴും നമ്മൾ രക്ഷ എവിടെയാ തേടുന്നേ? പുറത്തല്ലേ? പക്ഷേ നമുക്ക് വേണ്ട ആ ശക്തി, ആ ഒരു സമാധാനം, ഒരുപക്ഷേ ഒരു ശബ്ദത്തിനുള്ളിൽ ഒരൊറ്റ വാക്കിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു വാക്കിനെ പറ്റിയാണ്. താര, ആ വാക്കിനെക്കുറിച്ച്. ഇതാണ് താരയന്ത്രം. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു ഡിസൈൻ പോലെയോ ജാമിതീയ രൂപം പോലെയോ ഒക്കെ തോന്നാം. പക്ഷേ ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള വാതിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ഇതിലെ ഓരോ വരയും ഓരോ വൃത്തവും താമര ഇതളുകളും എല്ലാം ഒരു യാത്രയെയാണ് അടയാളപ്പെടുത്തുന്നത്. പുറത്തുള്ള ഈ ബഹളങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ശാന്തമായ ഒരു കേന്ദ്രത്തിലേക്കുള്ള യാത്ര. അപ്പോ ആരാണീ താര? ഒരു ദേവതയുടെ ചിത്രം മാത്രമല്ല അത്. അതിനുമപ്പുറം ഒരു തത്വമാണ്, ഒരു ഊർജമാണ് താര. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു അന്വേഷണം തുടങ്ങുന്നത്. താര ഒരു രക്ഷകനാണെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കുന്നത്? പുറത്തുള്ള ഏതെങ്കിലും ശത്രുക്കളിൽ നിന്നോ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ നിന്നോ? അതോ ഈ ചോദ്യം തന്നെ നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കണോ? ഒരു പക്ഷേ നമ്മൾ കടക്കേണ്ട ഏറ്റവും വലിയ സമുദ്രം നമ്മുടെ ഉള്ളിൽ തന്നെയാണോ? നമ്മളെ മുക്കിക്കളയുന്ന ഏറ്റവും വലിയ കൊടുങ്കാറ്റ് നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണോ? ഈ ഒരു ആശയം എന്തിനാണിത്ര പ്രസക്തമാകുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടുപോയതുപോലെ അല്ലെങ്കിൽ വഴിമുട്ടിപ്പോയതുപോലെ നിന്നിട്ടില്ലേ? ചിന്തകളുടെയും പേടിയുടെയും തിരമാലകളിൽ ദിശയറിയാതെ ഉഴലുന്ന ഒരവസ്ഥ. പുരാതന ഗ്രന്ഥങ്ങൾ ഇതിനെ ഒരു വലിയ സമുദ്രത്തോടാണ് ഉപമിക്കുന്നത്. ആ സമുദ്രം കടന്നുപോകാൻ സഹായിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വെറുമൊരു പുരാണ കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ അനുഭവങ്ങളുമായി അത്രയേറെ ബന്ധമുള്ള ഒന്നാണ്. ഈ ആന്തരിക സമുദ്രത്തിന് ഒരു പേരുണ്ട്: സംസാരം. നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ സംസാരം എന്നത് നമ്മൾ ജനിച്ചു മരിക്കുന്ന ഒരു ലോകം മാത്രമല്ല. തന്ത്രശാസ്ത്രം പറയുന്നത് അതല്ല. സംസാരം നമ്മുടെ ഉള്ളിലെ ഒരവസ്ഥയാണെന്നാണ്. അടിക്കടി ഉണ്ടാവുന്ന ചിന്തകളുടെ ഒഴുക്ക്, ഭയം, സംശയം, ദേഷ്യം, ഇതൊക്കെ നമ്മളെ മുക്കിക്കളയുന്നൊരവസ്ഥ. ആഴത്തിലുള്ള ശാന്തതയൊക്കെ നഷ്ടപ്പെട്ട് ഈ ഉപരിതലത്തിലെ തിരമാലകളിൽ മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ശരിക്കൊരു മോചനം വേണ്ടത്. ഇവിടെയാണ് ശരിക്കും രസകരമായൊരു കാര്യം വരുന്നത്. ഈ താര എന്ന പേരുണ്ടല്ലോ, അത് ത്രി എന്നൊരു സംസ്കൃത വാക്കിൽ നിന്നാണ് വരുന്നത്. അതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത് കടന്നുപോകുക അല്ലെങ്കിൽ മറുകര എത്തിക്കുക എന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംസാരസാഗരം കടത്തിവിടുന്നൊരു തോണിയാണ് താര. ഇനി രണ്ടാമത്തെ അർത്ഥം ചിതറുക എന്നാണ്. ആകാശത്ത് ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ. രാത്രിയിൽ കപ്പൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വഴികാട്ടുന്ന നക്ഷത്രങ്ങളില്ലേ, അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ വഴികാട്ടുന്ന പ്രകാശമാണ് താര. അപ്പൊ ഒന്നാലോചിച്ചു നോക്കിയേ, അവൾ ഒരേ സമയം ആ തോണിയുമാണ്, വഴികാട്ടുന്ന നക്ഷത്രവുമാണ്. യാത്രയും ലക്ഷ്യവും അവൾ തന്നെ. ഇനി നമുക്ക് താര എന്ന ആശയത്തിന്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഒരു ദേവതാരൂപം എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് താര പ്രതിനിധീകരിക്കുന്നത്? നമുക്ക് ഓരോ അടരുകളായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തലത്തിൽ നിന്ന് തുടങ്ങാം, ശബ്ദത്തിൽ നിന്ന് തന്നെ. എല്ലാ സൃഷ്ടിയുടെയും അടിസ്ഥാനം ഒരു ശബ്ദമാണ്, ഒരു സ്പന്ദനമാണ് എന്ന് പല തത്വചിന്തകളും പറയുന്നുണ്ട്. ആ ആദിമ ശബ്ദമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഓം. ഈ ഓം എന്ന പ്രണവത്തിന് ഒരു സ്ത്രീരൂപം സങ്കൽപ്പിച്ചാൽ അതാണ് താര. ഈ പ്രപഞ്ചം മുഴുവനുണ്ടായ ആ ആദ്യത്തെ വൈബ്രേഷൻ, ആ ഒരു ഊർജം, അതാണ് താരയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തത്വം. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശബ്ദത്തിന്റെ മൂർത്തീഭാവം. ആ പ്രപഞ്ച ശബ്ദം പ്രകടമാകുന്നത് എവിടെയാണ്? നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ്. പുരാണങ്ങളിൽ വാക്കിന്റെ ദേവനായ ബൃഹസ്പതിയുടെ ശക്തിയായിട്ടാണ് താരയെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിലും ഓരോ മന്ത്രത്തിലും കുടികൊള്ളുന്ന ശക്തി, ആ ഒരു കൃപ, അതാണ് താര. നമ്മുടെ പ്രാർത്ഥനകൾക്കും വാക്കുകൾക്കും ശക്തി കൊടുക്കുന്ന ചൈതന്യം. അപ്പൊ നോക്കൂ, ആദിമ ശബ്ദത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകളിലേക്കെത്തി. ഈ വാക്കുകൾ അതെവിടെ നിന്നാ വരുന്നത്? നമ്മുടെ ശ്വാസത്തിൽ നിന്നാണ്. ശ്വാസമില്ലെങ്കിൽ ശബ്ദമില്ല, അല്ലേ? നമ്മുടെ ജീവശക്തിയായ പ്രാണനാണ് ശ്വാസമായിട്ട് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ താര എന്നത് നമ്മുടെ ഉള്ളിലെ പ്രാണന്റെ, നമ്മുടെ ശ്വാസത്തിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തി കൂടിയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നോക്കിയേ. പ്രപഞ്ചത്തിന്റെ ശബ്ദമായി തുടങ്ങി നമ്മുടെ വായിലൂടെ വാക്കുകളായി വന്ന് ഒടുവിൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും ആ ശക്തി കുടികൊള്ളുന്നു. ഇതുവരെ നമ്മൾ താരയുടെ സൗമ്യമായ ആന്തരികമായ ഭാവങ്ങളെക്കുറിച്ചല്ലേ സംസാരിച്ചത്. എന്നാൽ താരയ്ക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്. ഉഗ്രതാര,
അല്ലെങ്കിൽ നീലസരസ്വതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രൗദ്രരൂപം. ഈ രൂപം ഒറ്റനോട്ടത്തിൽ നമ്മളെ ചിലപ്പോൾ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ഇതിലെ ഓരോ ചിഹ്നത്തിനും വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഈ രൗദ്രരൂപത്തിന്റെ പ്രതീകാത്മകത മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുക. കയ്യിലുള്ള വാളുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെയും അറിവില്ലായ്മയെയും മുറിച്ചുമാറ്റുന്ന ജ്ഞാനത്തിന്റെ മൂർച്ചയാണ്. ആ മുറിച്ചെടുത്ത തല നമ്മുടെ അഹംഭാവമാണ്. ഞാൻ എന്ന ആ പരിമിതമായ ബോധം. അതിനെ ഇല്ലാതാക്കിയാലേ യഥാർത്ഥ ജ്ഞാനമുണ്ടാവും. തലയോട്ടികൾ കൊണ്ടുള്ള മാലയാവട്ടെ കാലത്തിനും മരണത്തിനും അതീതമായൊരു ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്രയും രൗദ്രഭാവങ്ങൾക്കിടയിലും കയ്യിലൊരു താമരപ്പൂവുണ്ട്. അത് വിശുദ്ധിയുടെയും തുറന്ന ഹൃദയത്തിന്റെയും പ്രതീകമാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥമെന്താണ്? താര ഒരേ സമയം രണ്ടുമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അഹംഭാവത്തെയും അജ്ഞതയെയും ഇല്ലാതാക്കാൻ ചിലപ്പോ ഒരു രൗദ്രമായ കാരുണ്യം വേണ്ടിവരും. അതാണ് ആ രൂപം. ആ തടസ്സങ്ങളെല്ലാം മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആ സൗമ്യമായ ശാന്തിയും അവൾ തന്നെയാണ്. ഗൗരിയെപ്പോലുള്ള അവളുടെ മറ്റ് ശാന്തരൂപങ്ങൾ ഈ ഒരു പൂർണ്ണതയെയാണ് കാണിക്കുന്നത്. ജ്ഞാനത്തിന്റെ എല്ലാ ഭാവങ്ങളും അവളിൽ ഒന്നുചേരുന്നു. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ ഈ തത്വങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം? അതിനുള്ളൊരു വഴിയാണ് മന്ത്രങ്ങൾ. താരയുടെ മന്ത്രം അത് വെറും കുറെ അക്ഷരങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്താനുള്ളൊരു താക്കോലാണ്. നമുക്ക് ആ മന്ത്രത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് താരയുടെ പഞ്ചാക്ഷരി മന്ത്രം. ഇതിലെ ഓരോ ബീജാക്ഷരത്തിനും ഓരോ ശക്തിയുണ്ട്. ഓം മോചനത്തെയും ശുദ്ധീകരണത്തെയും കുറിക്കുന്നു. ഹ്രീം എന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമായ ദൈവീക സ്ത്രീശക്തിയാണ്. സ്ത്രീമാകട്ടെ ജന്മം നൽകാനും നമ്മളെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള ശക്തിയാണ്. ഹൂം ഒരു തീയാണ്, നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയെ കത്തിച്ചുകളയുന്ന ജ്ഞാനത്തിന്റെ തീ. ഫഡ് എന്നത് ആ ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ഒരു പ്രഖ്യാപനമാണ്. ഈ 5 ശബ്ദങ്ങളും ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് എനർജി ഫീൽഡ് അവിടെ രൂപപ്പെടുകയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ഈ താരവിദ്യ അല്ലെങ്കിൽ ഈ അറിവ് ആർക്കു വേണ്ടിയുള്ളതാണ്? ഇതിന് പ്രത്യേക യോഗ്യതകളോ ജാതിയുടെയോ പ്രായത്തിന്റെയോ പോലുള്ള നിബന്ധനകളോ ഒന്നും തന്നെയില്ല. ഇത് എല്ലാവർക്കുമായി തുറന്നുവച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും മാതൃപരമായ മന്ത്രം എന്ന് പറയുന്നത്. ഒരമ്മയ്ക്ക് തന്റെ എല്ലാ മക്കളും ഒരുപോലെയാണല്ലോ. അതുപോലെ ഈ അറിവ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആർക്കും ഇത് പ്രാപ്യമാണ്. അപ്പോ ഈ യാത്രയുടെ കാതലെന്താണ്? നമ്മൾ കടക്കാൻ ശ്രമിക്കുന്ന ആ സംസാരസാഗരം കടക്കാനുള്ള ശക്തി അത് പുറത്തുനിന്ന് ആരോ നമുക്ക് തരുന്നൊരു സമ്മാനമല്ല. ആ തോണിയും ആ നക്ഷത്രവും ആ ശക്തിയും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ സ്വന്തം ബോധമാണ്. താര എന്നത് പുറത്തുള്ളൊരു ദേവത എന്നതിലുപരി നമ്മുടെ ഉള്ളിൽ ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ജ്ഞാനത്തിന്റെ ആ ബോധത്തിന്റെ പേരാണ്. നമ്മുടെ ഈ ഒരു വിശകലനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ വാക്കുകളിലൂടെയും ശ്വാസത്തിലൂടെയും സഞ്ചരിച്ച് മന്ത്രങ്ങളിലെത്തി. ഇനി ഈ യാത്ര എങ്ങോട്ടാണ്? എല്ലാ ശബ്ദങ്ങളും എവിടെയാണോ ചെന്ന് ലയിക്കുന്നത് അവിടേക്ക്. താരാ ഉപാസനയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് മന്ത്രം വെറുതെ ഉരുവിടുന്നതിനപ്പുറത്തേക്ക് പോകുന്നതാണ്. അത് ശബ്ദങ്ങൾക്കിടയിലുള്ള നിശ്ശബ്ദതയെ കേൾക്കലാണ്. 2 വാക്കുകൾക്കിടയിൽ, 2 ചിന്തകൾക്കിടയിൽ, എന്തിന് 2 ശ്വാസങ്ങൾക്കിടയിൽ പോലും ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ഒരു മൗനമുണ്ട്. ആ മൗനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. അതാണ് യഥാർത്ഥ ധ്യാനം. ആ മൗനമാണ് എല്ലാ ശബ്ദങ്ങളുടെയും ഉറവിടം. നമ്മുടെ എല്ലാ ചിന്തകളും പൊങ്ങിവരുന്നത് ആ നിശ്ശബ്ദതയിൽ നിന്നാണ്. ആ നിശ്ശബ്ദമായ ഇടം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ ഒരു വഴികാട്ടിയായി ഉപയോഗിച്ച് ആ ശബ്ദം എവിടെ നിന്നാണോ വരുന്നത് ആ ഉറവിടമായ മൗനത്തിലേക്ക് തിരിച്ചെത്തുക. അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ബോധത്തിന്റെ ഊർജം യാതൊരു പ്രയത്നവുമില്ലാതെ വളരെ സ്വാഭാവികമായി ഉണർന്നുയരും. അത് നമ്മളെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതൊരു പോരാട്ടത്തിന് ശേഷമുള്ള വിജയമല്ല, മറിച്ച് സ്വയം സമർപ്പണത്തിലൂടെ കിട്ടുന്നൊരു സ്വാഭാവികമായ ഉയർച്ചയാണ്. നമ്മൾ തുടങ്ങിയത് ഈ യന്ത്രത്തിൽ നിന്നല്ലേ? ഈ യാത്രയുടെ അവസാനം നമ്മൾ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തുന്നു. ഈ യന്ത്രത്തിന്റെ നേരെ നടുക്ക് ഒരു ബിന്ദു കണ്ടില്ലേ? അതാണ് ലക്ഷ്യം. പുറമെയുള്ള ലോകത്തുനിന്ന് യാത്ര തുടങ്ങി താമര ഇതളുകൾ കടന്ന് ത്രികോണങ്ങൾ കടന്ന് ഒടുവിൽ ആ കേന്ദ്രബിന്ദുവിലെത്തുമ്പോൾ അവിടെ ഒന്നുമില്ല.
ശബ്ദമില്ല, രൂപമില്ല, ശുദ്ധമായ മൗനം മാത്രം. അതാണ് താരയുടെ ഹൃദയം. അതാണ് നമ്മുടെയും യഥാർത്ഥ വീട്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ആലോചിക്കാം. നമ്മൾ ഈ തേടി നടക്കുന്ന രക്ഷ, ആ വഴികാട്ടി, ആ ഒരു അഭയം, അതൊന്നും പുറത്തല്ലെങ്കിലോ? നമ്മളീ പറഞ്ഞ തോണിയും ആ വഴികാട്ടുന്ന നക്ഷത്രവും അവസാനം എത്താനുള്ള ആ ശാന്തമായ തുറമുഖവും ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ആ മൗനത്തില്, ആ നിശ്ശബ്ദമായ ശബ്ദത്തിലൊളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? ഒരുപക്ഷേ നമ്മൾ ആകെയൊന്ന് ചെയ്താൽ മതിയാകും. പുറത്തുള്ള ഈ ബഹളമൊക്കെയൊന്ന് നിർത്തി കുറച്ചു നേരത്തേക്ക് ഉള്ളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് വെറുതെയൊന്ന് കേൾക്കുക.